ഹലോ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ വീട്ടിലായിരുന്നപ്പോൾ ഉള്ള വീഡിയോ തന്നെയാണ് കേട്ടോ. അവിടെ പോയാൽ നമുക്ക് കുറേ വീഡിയോ എടുക്കാൻ പറ്റും. ഞങ്ങൾ താമസിക്കുന്നിടത്ത് അത്ര അധികം എടുക്കാനുള്ളൊരു നമ്മൾ പുറത്തേക്കോ അങ്ങനെയൊന്നും ഇറങ്ങിപ്പോടില്ലല്ലോ, മേളിൽ തന്നെയല്ലേ താമസിക്കണേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ദേ വീട്ടിൽ ചെന്നപ്പോൾ ഫ്രണ്ടിൽ അമ്മ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. പോരാണ്ട് ബേക്കിലും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജ്യൂസ് മോനും ജേഡുമോനൊക്കെ ചെന്ന് കഴിയുമ്പോൾ അതൊക്കെ പറിച്ച് കളയുക, ഇതൊക്കെയാണ് അവരുടെ പരിപാടികൾ. അപ്പം ഞാൻ അവിടെ നിന്ന് ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് വെളിച്ചെണ്ണ ആട്ടി കൊണ്ടുവന്നതൊന്ന് ഊറാൻ വേണ്ടിയിട്ട് വെയിലത്ത് കൊണ്ടുവയ്ക്കാൻ അമ്മ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഒന്ന് ഊറാൻ വേണ്ടിയിട്ട് വെയിലത്തൊക്കെ ആക്കി വെച്ചു. അപ്പം ഞാൻ അമ്മ അവിടെ നിന്ന് മിറ്റടിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയോട് ഒരേ വിശേഷങ്ങൾ പറയുക. അപ്പോഴാണ് നമ്മുടെ റെഡ് ലേഡി നട്ടേൻ്റെ റെഡ് ലേഡി പപ്പായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാന്നൊക്കെ പറഞ്ഞ് കയറിപ്പോയതാട്ടോ. അപ്പോൾ ദേ കോവലിൻ്റെ പന്തൽ ഞാനും അച്ചാച്ചനും കൂടി ഇട്ടതാണ്. പക്ഷേ ആ പന്തൽ ഇടിഞ്ഞ് കുളമായിപ്പോയെന്ന് പറഞ്ഞാൽ മതി. അപ്പം ഞാൻ പറയായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കിടക്കണുണ്ട്, ഇപ്പം അതിനകത്ത് കായില്ല എന്നാട്ടോ വിചാരിച്ചത്. പക്ഷെ ചെറിയ കായകളുണ്ടായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജ്യൂസ് മോനോട് പറഞ്ഞു, ജ്യൂസ് മോനെ ഇങ്ങോട്ട് നീങ്ങി വാ, അവിടെ നിന്ന് വീഡിയോ എടുത്താൽ കിട്ടില്ല, ജ്യൂസ് മോനെ വീഡിയോ എടുക്കണതേ. അപ്പോൾ ബേക്കിലപ്പടി ചേമ്പും മറ്റേ എന്താ പറയുക അവിടുന്ന് ചേമ്പ് നട്ടിട്ടുണ്ട്. പിന്നെ തൊട്ട് ബേക്കിൽ റബ്ബറും തോട്ടം, അവിടെ നിന്നുള്ള ഇലകളൊക്കെ വീണാകെ കൂടി കിടക്കുക. അപ്പോൾ റെഡ് ലേഡിയിൽ ഒരു 5-6 എണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരെണ്ണം എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചതാണ് കേട്ടോ. അപ്പം ജ്യൂസ് മോന് ദേ കോവലിലെ പിഞ്ച് കോവയ്ക്കൊക്കെ പറിച്ച് എടുത്ത് കളയാനുള്ള ശ്രമങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞടാ അതെടുക്കണ്ട. അപ്പം അമ്മ ഒരു ഫോട്ടോ എടുത്തേ, ഞാൻ ഇതിൻ്റെ ഇടയിൽ നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് ഫോട്ടോ എടുക്കാം. എൻ്റെ ഫോട്ടോ എടുക്കണ പോലെ ക്യാമറയൊക്കെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു എടാ ഫോട്ടോ അല്ലടാ ഇത് വീഡിയോ ഇടാന്ന് പറഞ്ഞു. അപ്പോൾ അവന് എന്ന് പറഞ്ഞിട്ട് ഒരു പോക്ക്. അപ്പം അമ്മ ഇവിടെ ഇഷ്ടംപോലെ മിറ്റമുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയുടെ പരിപാടി എന്ന് വെച്ചാൽ മിറ്റം അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് എത്ര ആക്കിയിട്ടാലും കഴിയുമ്പോഴേക്കും വീണ്ടും അതുപോലെ തന്നെ കരികിലേക്ക് വന്ന് വീണ് കിടക്കും കേട്ടോ. പിന്നെ വൃത്തിയാക്കിയിടണ്ടേ എല്ലായിടത്തും. കുറേ മിറ്റുള്ളപ്പോൾ കരിയിലൊക്കെ കൂടി കിടന്ന് ആകെ വൃത്തികേടായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ ഈ റോഡെന്ന് പറഞ്ഞാൽ പണ്ട് ഭയങ്കര കല്ലുകൂട്ടായിരുന്നു. പിന്നെ എൻ്റെയൊക്കെ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു 10 വർഷമൊക്കെ ആയിട്ട് ടാർ ചെയ്തിട്ട്. അപ്പോൾ ഈ ജിക്കി കിടന്ന് കാണിക്കാൻ കണ്ടിട്ട് ജ്യൂസ്മോൻ പറയാം ജിക്കിക്ക് എന്തോ പറ്റിയമ്മയെന്ന് പറഞ്ഞിട്ട് ജിക്കി വീടെടുത്ത് വന്നിക്കണേ. ഇതാട്ടോ ഞാൻ പറഞ്ഞ ആത്തച്ചക്ക ഇഷ്ടം പോലെ ഉണ്ടാവുമായിരുന്നു. ഇപ്പം എന്താണോ ഉണ്ടായാലും അങ്ങോട്ട് ഒരു പെട്ടെന്ന് കേടായി പോകും. അത് എന്താണെന്നറിയില്ല. അപ്പം അമ്മ ദേ മുളകും തൈ പാകിയിട്ട് എടുത്ത് വെച്ചേക്കുക. പിന്നെ അമ്മയുടെ ചെറിയ പൂക്കളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ മെക്സിക്കൻ ചീര കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നല്ല ഔഷധ ഗുണമുള്ള കേട്ടോ. ഇവിടെ മിക്കപ്പോഴും വെക്കും ഈ ചീര. മറ്റേ ചീര അല്ലെങ്കിൽ ഈ ചീര മിക്കപ്പോഴും വെക്കും. അപ്പം അമ്മ മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 പേരും കൂടി വൈകുന്നേരം ഉച്ചയ്ക്ക് ഇട്ടാ അതൊക്കെ ഇരുന്നൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും കഴിച്ച് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുക ഞാനും അമ്മയും കൂടി അതിൽ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോഴാണ് ജ്യൂസ് മോൻ കയറി വന്നത് കേട്ടോ. പിന്നെ ജ്യൂസ് മോനുമായിട്ട് ഇരുന്ന് ജ്യൂസ് മോനെ ഇത് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല മധുരക്കിഴങ്ങ്. ഞങ്ങളാണ് കേട്ടോ കൂടുതൽ. ഞങ്ങൾ പണ്ടേ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൂടുതലും ഇതൊക്കെ തന്നെയാണ്, മധുരക്കിഴങ്ങ് പിന്നെ കൊള്ളി, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാറ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് മറ്റേ കാന്താരിയും ഉള്ളിയും ഒക്കെ പൊട്ടിച്ച് നല്ല ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊള്ളി തിന്നുക. പിന്നെ ഇതുപോലെ മധുരക്കിഴങ്ങ് ഇങ്ങനെ വെറുതെ പുഴുങ്ങി കഴിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഞങ്ങൾക്ക്. ഇതൊക്കെ വീട്ടിൽ പോകുമ്പോഴാട്ടെ ഇങ്ങനെയൊക്കെയുള്ള രസം. ഇവിടെ ഞങ്ങളുടെ താമസിക്കുന്നിടത്ത് എൻ്റെ ഹസ്ബൻഡും കഴിക്കില്ല, എൻ്റെ മക്കളും കഴിക്കില്ല. അപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ ഒരു സന്തോഷം തോന്നില്ല. അപ്പോൾ എല്ലാവരും കഴിക്കുന്നിടത്ത് പോകുമ്പോഴല്ലേ നമുക്ക് ഹാപ്പി കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരും. അപ്പോൾ അമ്മയുടെ അടുത്ത് കുറച്ച് നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.